ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഒരിക്കൽ ചെറായിക്ക് അടുത്തുള്ള ഒരു യുവാവിനെ ഗുരുദേവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുറേ നാളുകളായി അയാൾക്ക് തീരെ സംസാരശേഷിയില്ല, ഭക്ഷണവും വേണ്ട. ഇവർ ഗുരുദേവനെ കാണാൻ വരുമ്പോൾ ഗുരുദേവനോടൊപ്പം നരസിംഹസ്വാമിയും സത്യവ്രതസ്വാമിയും ഉണ്ടായിരുന്നു. നരസിംഹസ്വാമിക്ക് ചില ചികിത്സാമുറകളൊക്കെ അറിയാം. രോഗികളെ ചികിത്സിക്കാറുമുണ്ട്, പ്രതിഫലം വാങ്ങാറില്ല. അദ്ദേഹം സംസാരശേഷി നഷ്ടപ്പെട്ട യുവാവിനെ പലവിധ പരീക്ഷണങ്ങൾക്കും വിധേയനാക്കി. എന്നാൽ ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നതല്ലാതെ അയാൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. പിന്നീട് അയാളെ ഗുരുദേവൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അവനെ കൊണ്ടുവന്നവർ വിവരമെല്ലാം ഗുരുവിനെ അറിയിച്ചു. ഗുരുദേവൻ ആ യുവാവിനോട് ചോദിച്ചു, സംസാരിക്കില്ലേ? അയാൾ മറുപടി പറഞ്ഞു, സംസാരിക്കാം. കേട്ടു നിന്നവർ അത്ഭുതസ്തബ്ധരായി. സ്വാമി വീണ്ടും ചോദിച്ചു, തൊഴിലെന്താണ്? അയാൾ പറഞ്ഞു, മീൻപിടുത്തം. സ്വാമി ചോദിച്ചു, എത്ര കാലമായി ഈ തൊഴിൽ ചെയ്യാതായിട്ട്? അയാൾ, കുറേ കാലമായി സ്വാമി. അപ്പോൾ നിന്റെ മീനെല്ലാം നിന്നെയും കാത്ത് ഇരിക്കുന്നുണ്ടാവും അല്ലേ? ഭക്ഷണം കഴിച്ചുകൂടെ? അയാൾ മറുപടി പറഞ്ഞു, കഴിക്കാം സ്വാമി, പോയി ഭക്ഷണം കഴിക്കൂ. ഗുരുദേവൻ അയാൾക്ക് ഭക്ഷണം നൽകാൻ ശാന്തിയോട് നിർദ്ദേശിച്ചു. അയാൾക്ക് ഇപ്പോൾ സംസാരശേഷിയുമുണ്ട്, വിശപ്പുമുണ്ട്. കൊച്ചുകൃഷ്ണൻ വാദ്യാർ എന്നയാൾക്ക് ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ സംസാരശേഷി കിട്ടിയ കഥ പറയാം. അയാൾക്ക് 3 വയസ്സ് പ്രായമായിട്ടും വാക്കുകൾ പറയാനോ സംസാരിക്കാനോ കഴിയുന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരിക്കൽ കുട്ടിയെയും കൂട്ടി ഗുരുദേവനെ സന്ദർശിച്ചു. ഗുരുദേവന് കുറച്ച് കൽക്കണ്ടം കാഴ്ചയായി വെച്ച് നമസ്കരിക്കുകയും ചെയ്തു. തങ്ങളുടെ മകൻ്റെ അവസ്ഥ ബോധിപ്പിച്ചു. ഗുരുദേവൻ അവർ കൊണ്ടുവന്ന കൽക്കണ്ടത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണമെടുത്ത് കുട്ടിയോട് വാ തുറക്കാൻ പറഞ്ഞു. കുട്ടി വാ തുറന്നപ്പോൾ അതവൻ്റെ വായിലിട്ട് കൊടുത്തു. പിന്നീട് അല്പം വലിയ ഒരു കഷ്ണം കൽക്കണ്ടം ഗുരുദേവൻ എടുത്ത് അവനെ കാണിച്ചുകൊണ്ട്, ഇത് കൽക്കണ്ടമാണ്, നീ ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഇത് നിനക്ക് തരാം എന്ന് പറഞ്ഞു. കുട്ടി ഉടനെ കൽക്കണ്ടം എന്ന് പറയുകയും ചെയ്തു. അന്നു മുതൽ ക്രമേണ ആ കുട്ടിക്ക് സംസാരശേഷി ഉണ്ടായി. എല്ലാ കാര്യങ്ങളും പറയാനുള്ള കഴിവും ലഭിച്ചു. ആ കുട്ടി പഠിച്ച് വളർന്ന് അധ്യാപകനായി. അതാണ് കൊച്ചുകൃഷ്ണൻ വാദ്യാർ. ഒരിക്കൽ കൊച്ചുകൃഷ്ണന് തനിക്ക് സംസാരശേഷി നൽകിയ ഗുരുദേവനെ കാണണം എന്ന ഒരാഗ്രഹം ഉണ്ടായി. അദ്ദേഹം ശിവഗിരിയിൽ പോയി ഗുരുവിനെ കണ്ട് കുറച്ച് മുന്തിരിങ്ങ കാഴ്ചവെച്ച് നമസ്കരിച്ചു. എനിക്ക് അധ്യാപകനായി ജോലി കിട്ടി എന്ന് പറഞ്ഞു. ഉടനെ ഗുരുദേവൻ, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അയാൾ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് താൻ 3 വയസ്സ് ഉള്ള ശിശുവായിരുന്ന കാലത്ത് നടന്ന കാര്യം ഗുരു എങ്ങനെ ഓർത്തിരിക്കുന്നു? നമസ്കാരം.